ചേട്ടാ സഹിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും എന്റെ അച്ഛന്റെ അമ്മയുടെ നമ്പർ എനിക്ക് കാണാൻ പാടമാണ്. എന്റെ നമ്പർ എനിക്ക് 3 നമ്പറുണ്ട്. ആ 3 നമ്പർ ഒരൊറ്റ നമ്പറാണ് എനിക്ക് കാണാൻ അറിയാവുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുമോ? എന്നാ എനിക്കിവിടെ നിൽക്കാം. എന്റെ അമ്മ സത്യം, എന്റെ ദൈവങ്ങളാണ്, എല്ലാ ദൈവങ്ങളും ഞാൻ അങ്ങനെ ഔട്ടായി പോട്ടെ. ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ നമ്പർ എഴുതി കൊടുത്തത്. എന്നെ വിശ്വസിക്കും. വർഷമായിട്ട് അറിഞ്ഞോടെ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യും. അവൾ അങ്ങനെ പറയുന്നത് അവൾ അനുഭവിക്കും. സത്യം അല്ല. എന്തിനാണ് പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിക്കുന്നത് ഇങ്ങനെ? അവള് ദൈവത്തെ വിശ്വസിക്കുന്ന പെൺകൊച്ചല്ലേ? അല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു നിമിഷം ചേട്ടൻ എന്നെ എന്തിനാ അതിന്റെ ചോദിക്കാത്ത എന്താ? അപ്പൊ ഞങ്ങള് അവിടെ പോയിരുന്ന് സംസാരിച്ചില്ലേ, ഞങ്ങൾ 4 ആളും. അപ്പോൾ ഇവള് പറഞ്ഞു, അല്ല എന്തോ ഒരു PR മാറ്റർ ഉണ്ടായിരുന്നല്ലോ, എന്താ പറയുക, എന്തോ ടിഷ്യൂ ചെയ്ത് കൊടുത്താൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ പറഞ്ഞു, നീ എനിക്ക് നമ്പർ തന്നില്ലേ, ആ നമ്പറിൽ വിളിച്ച് അക്ബറിനെ പറ്റി ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇവള് അതിൽ പറഞ്ഞു, ആ ശരിയാ. അപ്പോൾ അതിൽ പറഞ്ഞു, നീ പറഞ്ഞതല്ലായിരുന്നു അങ്ങനെ. അപ്പോൾ അവൾ പറഞ്ഞു, അനുമോള് പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൽ പറഞ്ഞപ്പോൾ ടിഷ്യൂവിൽ നീ എഴുതി തന്നതും അപ്പോൾ പറഞ്ഞു, ടിഷ്യൂ എവിടെ ഉള്ളത്? ടിഷ്യൂ കളഞ്ഞു. അപ്പോൾ ഞാൻ എവിക്റ്റായില്ലല്ലോ, അപ്പോൾ ടിഷ്യൂ കളഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നിന് പറഞ്ഞാൽ അറിയാൻ വേണ്ടിയിരിക്കുക, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിട്ട് എങ്ങനെ നിങ്ങൾ സൗഹൃദം കൊണ്ടുപോകണം എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് അതിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഇത്ര ചീപ്പിട്ട് കിട്ടി കളിയാണെന്ന് അത് നിനക്കറിയാലോ. ഇവള് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറയാൻ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല. ഹായ്, ആദിലയാണ്. ഞാനിപ്പോൾ മെഡിക്കൽ ഓപ്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അറിയണം, എനിക്കറിയാം. ഞാനും ചെറുതായിട്ട് ഓർമ്മപ്പെടുത്തി. ഞാൻ ഇൻസ്റ്റൊക്കെ ഗോത്രൂ ചെയ്യുമ്പോൾ കുറേ പിന്നെ DM ഒക്കെ കണ്ടു. അതുപോലെ തന്നെ ആ പോസ്റ്റും കാര്യങ്ങളും എഡിറ്റ്സ് ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കാൻ കേട്ടോ. നമ്മൾ ഈ ആക്സെപ്റ്റൻസും ഈ സ്നേഹവും എന്താ പറയുക, ഈ സപ്പോർട്ടൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ബട്ട് കിട്ടി നിങ്ങളുടെ അടുത്ത് നിന്ന്. ഐ എം സോ ഗ്ലാഡ്, ഐ എം സോ ഹാപ്പി. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നൂറ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ ഫൈനൽ 5 പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കും അറിയാം, നിങ്ങൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരാളെങ്കിലും ഫൈനൽ 5 എത്തണമെന്ന്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും നൂറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും വോട്ട് ചെയ്യാൻ മറക്കരുത്. ഡോക്ക് വേണ്ടിയിട്ട് മാക്സിമം വോട്ട് ചെയ്യുക. കാരണം 5 പേരെ പോത്തുള്ളൂ, ഇനി 6 പേര് ഹൗസിൽ ബാക്കിയുണ്ട്. സോ ആരും ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം വോട്ട് ചെയ്യാം. നമുക്കപ്പോൾ നൂറിനെ ഫൈനൽ 5 1 ഓഫ് ദി 5 മെമ്പേഴ്സ് ആയിട്ട് നമുക്ക് കാണണ്ടേ. ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. മത്സരാർത്ഥികളായിരുന്ന ലെസ്ബിയൻ ദമ്പതികളായിട്ടുള്ള ആദിലയും നൂറയും പ്രേക്ഷക ശ്രദ്ധ നേടിയത്. ഇതിനിടെ ഹൗസിൽ നിന്ന് പുറത്തായ ആദിലയുടെ ഇന്റർവ്യൂസ് എല്ലാം പല വിഷയങ്ങൾക്ക് വെളിച്ചം വീശിയിരിക്കുകയാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം 90 ദിവസത്തിലേറെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന ശേഷമാണ് ആദില പുറത്തായത്. ഷോയിലെ ഇത്രയും നാള് നിൽക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അവർ പ്രതികരിച്ചു. പുറത്തായതിന് പിന്നാലെ ഒരു പ്രമുഖ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ആദില തന്റെയും നൂറയുടെ അനുഭവങ്ങളും മറ്റും മത്സരാർത്ഥികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പങ്കുവച്ചത്. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും കൂടുതൽ നാടകീയത കാണിക്കുന്നയാൾ അനുമോൾ ആണെന്നും ഷാനവാസ് ആണ് ഡ്രാമ കിങ് എന്നൊക്കെ ആദില അഭിപ്രായപ്പെടുന്നുണ്ട്. തന്റെ നിരീക്ഷണത്തിൽ അനുമോൾ ആയിരിക്കും ഈ സീസണിലെ വിജയി എന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനുള്ള കാരണം അനുമോൾക്ക് ശക്തമായിട്ടുള്ള PR, അതായത് പബ്ലിക് റിലേഷൻ ഉണ്ട് എന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ കൈകളിലും അതുപോലെ PR കൈകളിലുമാണ് എന്നാണ്. 50,000 രൂപ കൊടുത്താൽ വോട്ട് വാങ്ങാമെന്ന് അനുമോൾ തന്നോട് പറഞ്ഞിരുന്നതായും ആതിര വെളിപ്പെടുത്തി. എന്നാൽ അത്തരം കാര്യങ്ങളിലേക്ക് ഇനി കടക്കുന്നില്ല, ഉള്ളതുപോലെ ഫലം വരട്ടെ എന്നും അവർ കൂട്ടിച്ചേർത്ത് പറയുകയും ചെയ്തു. ഷാനവാസ് 2ാമത് എത്തുമെന്നും അതുപോലെ കോമണർ ആയിട്ടുള്ള അനീഷ് 3ാമതും നൂറ 4ാമതും എത്തുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ആദില കൂട്ടിച്ചേർത്തു. തങ്ങളോടുള്ള ആളുകളുടെ മനോഭാവത്തിലെ മാറ്റമുണ്ടായെന്ന് കരുതുന്നതായും ആദില ഈ ഒരു ടൈമിൽ പറയുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ തങ്ങൾക്കുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും 24 മണിക്കൂറും ആളുകൾ തന്നെയും നൂറയും വീക്ഷിക്കുന്നു എന്ന് അവർ ഓർമ്മിപ്പിച്ചു. എന്തായാലും തങ്ങൾക്ക് ഒരു സ്വാധീനം ചെലുത്താനായി എന്ന് കരുതുകയാണ്. ആളുകൾ തന്നെയും നൂറയും കണ്ടിരുന്നതും ഇവരെങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കുന്നത്, ബെഡ്റൂമിൽ എങ്ങനെയാണ് എന്നൊക്കെയായിരുന്നു ചിന്തിച്ചിരുന്നത്. അതിനപ്പുറമുള്ള ഒരു സ്നേഹത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ തങ്ങൾ മറ്റ് ദമ്പതികളെ പോലെയാണെന്നും ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എന്ന് ആദില പറയുന്നുണ്ട്. ലെസ്ബിയൻ എന്നതുകൊണ്ട് ഒരാൾ മുടി വെട്ടി ആണിനെ പോലെ ആകണമെന്നൊക്കെയുള്ള ചിലരുടെ ധാരണകളിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും അവർ പറയുകയാണ്. തുടക്കത്തിൽ ഒറ്റ മത്സരാർത്ഥിയായിട്ടായിരുന്നു ആദിലയും നൂറയും ബിഗ് ബോസ് ഹൗസിൽ പ്രവേശിച്ചിരുന്നത്. പിന്നീട് ഇരുവരെയും 2 മത്സരാർത്ഥികളായി പരിഗണിക്കുകയാണ്. ഇരുവരും ഹൗസിനകത്ത് ഒരുമിച്ച് കഴിഞ്ഞതും പ്രേക്ഷകരിൽ വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ഇരുവരുടെയും വ്യക്തി ജീവിതത്തെക്കുറിച്ചും ലൈംഗിക ആഭിമുഖ്യത്തെക്കുറിച്ചും നിരവധി സംശയങ്ങളും അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞ് ഈ ധാരണകളെ തിരുത്താൻ ആദിലയ്ക്ക് നൂറയ്ക്ക് സാധിച്ചു എന്നുള്ള നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നുണ്ട്.
ഈ സീസണിലെ മത്സരാർത്ഥികളിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിലെ അനുഭവങ്ങളെ കുറിച്ച് പുറത്തു വരുന്ന ഇത്തരം തുറന്ന പറച്ചിലുകൾ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടുകയാണ്. ഇതിനിടയിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ കട്ടപ്പ ശൈത്യയാണ് എന്നുള്ള ഒരു ഭാഗം പ്രേക്ഷകർ നേരത്തെ വിമർശിച്ചിരുന്നല്ലോ. അനുമോളെ ശൈത്യ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു എന്നാണ് ഇവർ വിമർശിച്ചത്. എന്നാൽ ശൈത്യയല്ല യഥാർത്ഥ കട്ടപ്പയെന്നും മറ്റു രണ്ടുപേരും ആണ് എന്നാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ കുറിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നും ബിഗ് ബോസ് ഗ്രൂപ്പിൽ പങ്കിട്ട ആ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് ലക്ഷ്മി പറഞ്ഞത് എത്ര ശരിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അണ്ടർ റേറ്റഡ് കട്ടപ്പന്മാര്. അവൾ അത് ജെൻഡർ ബയാസ്ഡ് ആയിട്ടാവും പറഞ്ഞത്. അങ്ങനെ പറയുന്നതിനോട് തീരെ യോജിപ്പില്ല. പക്ഷേ കയ്യിലിരിപ്പ് കൊണ്ട് വീട്ടിൽ പോയിട്ട് പഞ്ചായത്തിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ഒരിനം. അനു ആരെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞു. അതിലെല്ലാം ഉൾപ്പെട്ട 3 പേരാണ് ആദില, നൂറ, ശൈത്യ. ജിസേലിന്റെ പുതപ്പ് വിഷയത്തിൽ ഡെമോ കാണിക്കാൻ ബ്ലാങ്ക് എടുത്തുകൊണ്ടുവന്ന മഹതിയാണ് ആദില. എന്നിട്ട് വീട്ടിൽ ലാലേട്ടൻ ചോദിച്ചപ്പോൾ നിന്ന നിൽപ്പിൽ എല്ലാ കുറ്റവും അനുവിന്റെ തലയിലിട്ട് തടി തപ്പി. അനു ഹഗ് ചെയ്യുന്നത് തന്നെ അൺകംഫർട്ടബിൾ ആകുന്നു എന്ന് സരിക കെ.ബി പറഞ്ഞപ്പോ അവർ ലെസ്ബിയൻ ആണെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ചതും ഇവൾ തന്നെ. എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായാലും വീക്കെൻഡ് ആകുമ്പോൾ ഇവളുമാരുടെ ബേബി ബേബി വാട്ട് ആർ യു ഡൂയിങ് ബേബി തുടങ്ങും. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അന്ന് നിലപാടെടുത്തിടും. എന്നിട്ട് നമുക്ക് ആരുമില്ല, ഒന്നുമില്ല, പണമില്ല എന്നൊക്കെ പറഞ്ഞ് സെന്റി അടിച്ച് സിമ്പതി പിടിച്ചു വരും. എന്നിട്ട് ലാലേട്ടൻ വരുമ്പോൾ ഒറ്റ മലക്കം മറിച്ചിലാണ്. ഓന്ത് മാറുമോ ഇതുപോലെ? പട്ടായ ഗേൾസ് എന്ന ലേബലിൽ കണ്ടന്റ് ഉണ്ടാക്കിയ ഒറ്റ കാരണം കൊണ്ടാണ് ഇവളൊക്കെ ഇവിടെ നിന്ന് പോയത്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ഫ്രണ്ടിനോട് കാണിക്കേണ്ട മിനിമം കേർട്ടസി ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറില്ല. അനു ചെയ്യുന്ന തെറ്റ് ന്യായീകരണം എന്ന് പറയുന്നില്ല. പക്ഷേ അവളുടെ ഭാഗത്ത് ന്യായമുള്ള കാര്യങ്ങൾക്ക് പോലും ഈ 2 എണ്ണം അവൾക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിട്ടുമില്ല. നെവിൻ ബെഡിൽ വെള്ളം കോരി ഒഴിച്ചപ്പോൾ ഇവൾക്ക് മിണ്ടാട്ട മുട്ടി ഇരിപ്പായിരുന്നു. എന്നിട്ട് പയർ വിളമ്പിയത് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് ഇവൾ അങ്ങ് ഉറഞ്ഞുതുള്ളി അക്ബറിന്റെ അടുത്ത് പോയി. കുറച്ചൊന്നുമല്ല അനുവിനെ കുറ്റം പറഞ്ഞത്. വീണ്ടും പാച്ചപ്പ് ആയപ്പോൾ അനു ഇവളെ അക്ബറിന്റെ മുന്നിൽ വെച്ച് തമാശയ്ക്ക് എന്തോ പറഞ്ഞ് കളിയാക്കിയപ്പോൾ നമ്മൾ തമ്മിൽ ഇരുന്ന് പറയും പോലെയല്ല അയാളുടെ മുന്നിൽ വെച്ച് എന്നെ കുറിച്ച് അങ്ങനെ പറയരുത് എന്ന്. അപ്പോ ഒന്ന് പിണങ്ങുമ്പോൾ ഇവൾ പോയി കണ്ടവരുടെ മുന്നിലേക്ക് ഇവളെ ഇട്ടുകൊടുക്കുന്നതോ? അതിനുശേഷം ഒരു എളുപ്പമില്ലാതെ പാച്ചപ്പിന് ചെല്ലും. അനീഷ് വിഷയത്തിൽ അനു അയാളെ പ്രലോഭിച്ചു എന്നൊക്കെ ഇവള് പറഞ്ഞ് നടപ്പുണ്ടായിരുന്നു. പ്രലോഭനം ഒരു തെറ്റാണെങ്കിൽ അവളെയും അനീഷിനെയും പേര് പറഞ്ഞ് കളിയാക്കാൻ പാടില്ലായിരുന്നു. ആര്യൻ ടാസ്കിനിടയ്ക്ക് നൂറയുടെ ടോപ്പ് പൊങ്ങിപ്പോയ വയറിലേക്ക് സ്റ്റെയർ ചെയ്തെന്നും ഫ്ലൈയിങ് കിസ് കൊടുത്തു എന്ന് പറഞ്ഞ് ഇവൾ കുറച്ചൊന്നുമല്ല ഇഷ്യൂ ഉണ്ടാക്കിയത്. ആര്യൻ ഡബിൾ മീനിങ് ജോക്സ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവൾ കുറെ ഷോ ഇറക്കിയതുമാണ്. എന്നിട്ട് ഇപ്പോൾ ആര്യൻ അവൾക്ക് ബ്രദറായി. അനു അവനെ ഞരമ്പൻ എന്ന് വിളിച്ചു എന്നുമായി. ബിൻസിയുടെ വിഷയം ഈ 4 പേരും ഒന്നിച്ചിരുന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ബിൻസിക്കോ വേറെ ആർക്കോ ഇവൾ പറഞ്ഞത് പ്രശ്നമില്ല. അനു പറഞ്ഞതിൽ മാത്രമാണ് ഇഷ്യൂ. ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയപ്പോൾ ഫൈനൽ 5ൽ എത്തി എന്ന് കരുതി അനുവിനെ തള്ളി പറഞ്ഞു. വീണ്ടും ടിക്കറ്റ് ടു ഫിനാലെ 5ൽ അല്ല, ഫിനാലെ വീക്കിലാണ് എന്നറിഞ്ഞപ്പോൾ വീണ്ടും കയറി ഒട്ടി. മുൻ മത്സരാർത്ഥികൾ വന്ന് അനുവിനെ പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെയും അവളെ തള്ളി പറഞ്ഞു. ബിന്നി കയറി പുറത്ത് സ്വയം നെഗറ്റീവ് ആയെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കോംപ്രമൈസ് ആയി. ചുരുക്കി പറഞ്ഞാൽ യാതൊരു നിലപാടുമില്ലാത്ത, ആരോടും ആത്മാർത്ഥത ഇല്ലാത്ത, വ്യക്തിത്വമില്ലാത്ത 2 വ്യക്തികളാണിവർ. അണ്ടർ റേറ്റഡ് കട്ടപ്പകൾ. ഇവർക്ക് ആരോടും സിൻസിയറിറ്റി ഇല്ല. തീർത്തും സെൽഫിഷ് ആണിവർ. ഒരാളുടെ സ്വഭാവം എന്തും ആയിക്കോട്ടെ, അയാളോട് വെക്കാം, വെക്കാതെ ഇരിക്കാം. പക്ഷേ ഫ്രണ്ട് ആയി ഇരിക്കുമ്പോൾ ഫ്രണ്ടിനെ മറ്റുള്ളവരുടെ മുന്നിലിട്ട് കൊടുക്കാതെ അവരുടെ തെറ്റ് അവരോട് തന്നെ പറഞ്ഞു കൊടുത്ത് തിരുത്തുക എന്നതാണ് മാന്യത. അതുപോലെ തന്നെ വിശ്വസിച്ച് പറഞ്ഞ രഹസ്യങ്ങൾ തെറ്റി പിരിയുമ്പോൾ 100 പെരുകുമെന്ന് പറയുന്നത് നല്ല ഫ്രണ്ട്സ് കാണിക്കില്ല. ആദിലയും നൂറയും അണ്ടർ റേറ്റഡ് ലെസ്ബിയൻ കുലസ്ത്രീകളാണ്. സർവോപരി ബാക്ക് സ്റ്റാബേഴ്സുമാണ്. അനു എങ്ങനെയുള്ള വ്യക്തി ആയാലും അവൾ നല്ലൊരു ഫ്രണ്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവൾക്ക് അവിടെ 3 ഫ്രണ്ട്സ് ഉണ്ടായി. ഒരു സാഹചര്യത്തിൽ പോലും അവൾ അവരെ തള്ളി പറഞ്ഞിട്ടില്ല, കുറ്റപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ദുഷിച്ച ഫ്രണ്ട്സിനെ അവൾ ഡിസർവ് ചെയ്യുന്നില്ല. നമുക്കറിയാം, ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് 2 ദിവസം മാത്രം ശേഷിക്കുകയാണ്. ഈ ഒരു ഹൗസിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചാ വിഷയമാണ് മത്സരാർത്ഥികൾ പണം കൊടുത്ത് വാങ്ങിയ PR എന്നുള്ള കാര്യം. ഏറ്റവും കൂടുതൽ PR സപ്പോർട്ട് വാങ്ങിയ ഹൗസിലേക്ക് എത്തിയത് അനുമോളാണ് എന്നാണ് പ്രചരിക്കുന്നത്. 16 ലക്ഷം രൂപയ്ക്കാണ് അനു PR ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സഹ മത്സരാർത്ഥികളിൽ ബിന്നി അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഹൗസിൽ വെച്ച് അനുവിനോട് ചോദിച്ചുവെങ്കിലും അനു സമ്മതിച്ചിരുന്നില്ല. താൻ PR ഏൽപ്പിച്ചിട്ടില്ല എന്നും മീഡിയ അക്കൗണ്ടുകൾ ഒരാൾ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുമായിരുന്നു അനു പറഞ്ഞത്. എന്നാൽ അനുവിന്റെ ടീം ചില ആപ്പുകൾ ഉപയോഗിച്ച് വോട്ട് ക്യാൻവാസ് ചെയ്യുന്നതിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 50,000 രൂപ അഡ്വാൻസ് കൊടുത്താണ് അനു PR ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ബാക്കി തുക ഷോ കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷമാകാൻ നൽകുക എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്.
അനുവിന്റെ PR-കളെ കുറിച്ച് സഹ മത്സരാർത്ഥിയും അതുപോലെ തന്നെ അഭിനേത്രിയും മോഡലും ഒക്കെയുമായ നമ്മളെ രേണു സുധിയും പ്രതികരിച്ചെത്തിയിരുന്നു. ഫിനാലെ വീക്കിന്റെ ഭാഗമായിട്ട് ഇതുവരെ ഈ സീസണിൽ നിന്ന് പുറത്തായ മത്സരാർത്ഥികളെല്ലാം തിരികെ ഹൗസിൽ കയറിയിട്ടുണ്ട്. അനുവിന് PR ഉണ്ടോ ഇല്ലയോ എന്ന് തനിക്ക് അറിയില്ല എന്നും താൻ PR ഇല്ലാതെയാണ് ഹൗസിൽ നിന്നതെന്നും PR-നെ കൊടുക്കാൻ അന്ന് പണം ഉണ്ടായിരുന്നില്ല എന്നുമാണ് രേണു പറഞ്ഞത്. ഇപ്പൊ വേണമെങ്കിൽ PR കൊടുക്കാനുള്ള പൈസ എന്റെ ഉള്ള കാര്യം പറയാം. അതുകൊണ്ട് എനിക്ക് PR വർക്കില്ല. കൊടുത്തിട്ട് എനിക്കറിയില്ല അവര് കൊടുത്തെന്നോ അവരുടെ കയ്യിൽ അക്കൗണ്ടോ എനിക്കറിയില്ലല്ലോ. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത കാര്യം നമ്മൾ പറയൂല. ഇപ്പൊ ബിഗ് ബോസിനകത്ത് കയറിയപ്പോഴും നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കാര്യം ഞാൻ പറയൂല. ബിഗ് ബോസ് ഹൗസിൽ 30 ദിവസം തികച്ചതിന് ശേഷം സ്വമേധയാണ് രേണു എക്സിറ്റായി പുറത്തു വന്നത്. ഷോയിൽ തുടർന്നാൽ ഭർത്താവിന്റെ ആകസ്മിക മരണം നൽകിയ ആ ഒരു ട്രോമ തന്നിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ഒരു ടെൻഷനാണ് രേണുവിന് ഉണ്ടായിരുന്നത്. ബിഗ് ബോസിൽ പോയതിനു ശേഷം ഹേറ്റേഴ്സ് പോലും ഫാൻസായി മാറിയ ഒരേ ഒരു മത്സരാർത്ഥി രേണുവാണ്. അനുവിന്റെ PR-കളെ കുറിച്ചുള്ള രേണുവിന്റെ പ്രതികരണം വന്നപ്പോൾ രേണുവിന്റെ സത്യസന്ധമായിട്ടുള്ള ഈ ഒരു പ്രതികരണത്തെ അഭിനന്ദിച്ചാണ് കമന്റുകൾ ഏറെയും. രേണു നല്ലൊരു സ്ത്രീയാണ്, അവർ ആരുടെയും കുറ്റം ഹൗസിൽ വെച്ച് പറഞ്ഞിട്ടില്ല, രേണുവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി, ബാക്കിയൊക്കെ എന്തൊരു കുശുമ്പും അസൂയയുമാണ്, PR ഇല്ലാത്തത് കൊണ്ട് രേണുവിനെ എല്ലാവരുടെ മനസ്സിൽ കയറിപ്പറ്റാൻ അവസരവും കിട്ടി, ഇവരെയാണ് എല്ലാവരും കുറ്റം പറയുന്നത് എന്നിങ്ങനെയുള്ള കമന്റുകളാണ് ഏറെ വരുന്നത്. 30 ദിവസത്തോളം ബിഗ് ബോസിൽ രേണു ഉണ്ടായിരുന്നു. ഷോ കഴിഞ്ഞതിന് ശേഷം വിദേശത്തും സ്വദേശത്തും പ്രൊമോഷനും ഉദ്ഘാടനങ്ങളും എല്ലാമായിട്ട് തിരക്കിലാണ് താരം ഇപ്പോൾ.